ഹായ്. അങ്ങനെ രാവിലെ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യാത്ര ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ബസ്സിലാണ് പോയത്. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് തോന്നാറുണ്ട്. സാധാരണ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. പഴയ കോളേജ് ലൈഫൊക്കെ ഓർമ്മ വന്നു. വിവാഹം ക്രിസ്റ്റൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയുണ്ടായിരുന്നു. അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് നേരെ അവിടെ വന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വിവാഹം നടക്കുന്നത് കാവ്യയുടെയാണ്. കാവ്യയുടെയും അഖിലിൻ്റെയും. ഇപ്പോൾ 2 പേർക്കും വിവാഹ മംഗള ആശംസകൾ നേരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ബോറടിച്ചൊന്നുമില്ല. കാര്യം ഒത്തിരി പരിചയമുള്ളവരെയൊക്കെ പിന്നെയും കാണാൻ പറ്റി. പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ കുറേ നേരം അമ്മയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് പേടിച്ചാണ് ചെന്നത്. കാര്യം വിവാഹം കഴിയുന്നതിന് മുമ്പ് ചെല്ലാൻ പറ്റുമോ, അതോ ഇറങ്ങി ഇത്രയും ലേറ്റ് ആയിട്ടാണോ ചെല്ലുന്നത്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണോ ചെല്ലുന്നതെന്ന് ആകെ ടെൻഷൻ അടിച്ചാണ് പോയത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞാൻ കറക്റ്റ് ടൈമിനായിരുന്നു ചെന്ന്. ഒത്തിരി ടൈം കഴിഞ്ഞിട്ടാണ് വിവാഹം നടന്നത്. അങ്ങനെയെല്ലാം കാണാനൊക്കെ പറ്റി. അങ്ങനെ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചൂടിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് അവിടെ AC-യിൽ ചെന്നിരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ അങ്ങനെ സുഖിച്ചങ്ങനെ ഇരുന്നു. കല്യാണം പതിയെ കഴിഞ്ഞാൽ മതി, പതിയെ കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്നു തുടങ്ങി. രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് യാത്രയായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സാധാരണ എല്ലാവരും പരിപ്പ്, സാമ്പാറൊക്കെ വാങ്ങിയിട്ട് പുളിശ്ശേരി, രസം അതൊക്കെ വാങ്ങൂലേ? ഞാൻ ഒന്നും വാങ്ങാറില്ല. എനിക്ക് ആദ്യത്തെ 2 സാധനങ്ങൾ മാത്രമാണ് ഇഷ്ടം. പരിപ്പും സാമ്പാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഒന്നും പോലും വിടാറില്ല. കടലപ്പരിപ്പ് പായസം ഉണ്ടായിരുന്നു, പ്രഥമൻ ഉണ്ടായിരുന്നു, അടപ്രഥമൻ. പിന്നെ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ബോളിയും വെള്ളപ്പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസം. പിന്നെ അമ്മയുണ്ടായിരുന്നു. നേരത്തെ കണ്ടത് എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഐസ്ക്രീം കുടിക്കാനായിട്ട് ഒരു ത്വര തോന്നി. മഴയായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കോരി ചൊഴിയുന്ന മഴ. ഈ മഴയൊക്കെ കണ്ട് ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ട് എങ്ങനെ നിൽക്കാൻ എന്ത് രസമാണ് അല്ലേ? എന്നെപ്പോലെ വട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തണുപ്പിൽ ഇങ്ങനെ തണുപ്പ് കഴിക്കണം തോന്നും. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി.